ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +1 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വെയിറ്റേജ്. ഓക്കെ, ഈ ഒരു എന്താ പറയുക, നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്റർ വൈസുള്ള വെയിറ്റേജ് പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻസ് 25 ഷുവർ ക്വസ്റ്റ്യൻസ് 20 ഷുവർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ +1 +2കാർക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് എക്സാം കൊമേഴ്സായിട്ട് വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പ്ലസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് അപ്ലോഡ് ചെയ്യുന്നത്. പബ്ലിക് എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വെയിറ്റേജ് നോക്കാം. ഏതൊക്കെ ചാപ്റ്ററാണ് എന്നൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് എന്തൊക്കെയാണ് വെയിറ്റേജ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇന്ത്യൻ എക്കോണമി എന്നാണ്. ഓക്കെ, ഇന്ത്യൻ എക്കോണമി. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് 1920 എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൻ്റെ നല്ലപോലെ വെയിറ്റേജ് ഉള്ളത്, കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉള്ള മീൻസ് എന്താണ്, 5 മാർക്കിൻ്റെയൊക്കെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ ലിബറലൈസേഷനൊക്കെ അതെന്താണ്, കുറച്ച് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ് പോവേർട്ടിയും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. ഓക്കെ, ഇന്ത്യൻ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇത് രണ്ടിനുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ്, ദെൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ടിനും കുറവാണ്. ബട്ട് ഇതിലൊക്കെ നമുക്ക് എംപ്ലോയ്മെൻറ്റ്, അപ്പോൾ ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒരു 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഒക്കെ മാത്രമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിലൊരു 5 മാർക്കിൻ്റെ വെയിറ്റേജ് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ വെയിറ്റേജ് കുറവാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ വെയിറ്റേജ്. പിന്നെ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് 8 മാർക്കിൻ്റെ വെയിറ്റേജ്, ഓർഗനൈസേഷനിൽ നിന്നും 12, ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയിൽ നിന്നും 10 മാർക്കിൻ്റെ വെയിറ്റേജും ഇതിലാണ് വെയിറ്റ് കൂടുതൽ. ഓക്കെ, 14 മാർക്കിൻ്റെ വെയിറ്റേജ് വരെ വരുന്ന ഒരു ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നമുക്ക് ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഉടനെ എക്സാം ഉണ്ടല്ലേ, ഇപ്പോൾ ഒരു ദിവസമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ഇതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന 20 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെന്തായാലും വേഗം പോയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പറയുന്ന 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം പോയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 20 ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? 5-year പ്ലാൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? നമുക്ക് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ദെൻ 2 measures for the promotion of small scale industries in your locality. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, 2, 3, 4, 5. ഓക്കെ, ഇതിൽ ഏത് വേണോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. ഇത് 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കൊരു എസ് എഴുതാനായിട്ടുണ്ട്. ഓക്കെ, മീൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ, 5 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ കോസസ് ഓഫ് പോവേർട്ടി ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ പോവേർട്ടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ ആയാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാം, 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ, ഇതായിരിക്കും 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഇയറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ മേജർ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, ഇത് 5 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, 2 മാർക്കിന് പോയിന്റ്സ് മാത്രമാണെങ്കിൽ 2 മാർക്കിന്, ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാം. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിങ്ങും 2, 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്, ചിലപ്പോൾ ഇതിനെ ഒരു എസ് തന്നെ ചോദിക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എംപ്ലോയീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസിനെക്കാളും കൂടുതൽ എസ് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ എസ് ചോദിക്കുകയാണ്. കാരണം അപ്പം നിങ്ങൾ എഴുതേണ്ടത് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നുള്ള 2 മാർക്കിന് എഴുതി. എനിക്ക് ഒരുപാട് ടൈപ്പ് അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടല്ലേ, അതിനെല്ലാം ഓരോ അൺഎംപ്ലോയെ പറ്റിയിട്ടും 2 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഇന്ത്യൻ എക്കോണമിയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഇപ്പോൾ 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഓക്കെ,
ദെൻ സോഴ്സസ് ഓഫ് ഡേറ്റ. ഓക്കെ, പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുക കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യനെയർ. ഗുഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സ്മോൾ ആയിരിക്കണം, എന്താണ് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്താ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഒരുപാടെണ്ണം ഉണ്ട്, അത് പഠിക്കുക കേട്ടോ. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്, 3 മെത്തേഡ്സ് ഉണ്ട്, അപ്പോൾ പഠിക്കുക. ദെൻ പൈലറ്റ് സർവേ എന്താ പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഏതൊക്കെയാണ്? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കാം. ദെൻ ബാർ ഡയഗ്രാം എന്താണ്, ഹിസ്റ്റോഗ്രാം എന്താണ്, ഓക്കെ, തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയാണ് തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീൻ, മീഡിയം, മോഡ് കണ്ടുപിടിക്കുക, ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട്, ബാർ ചാർട്ട് വരയ്ക്കാൻ, പൈ ചാർട്ട് വരയ്ക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സാമിന് മുമ്പൊക്കെ നാളത്തേക്ക് മുമ്പ് എന്തായാലും മീൻസ് എന്താണ് നാളെ തന്നെ നിങ്ങളുടെ എക്സാം മുന്നേ ഉറപ്പായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് പുതിയ ചാനലായതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.